നിങ്ങളെ SI അന്വേഷിച്ചു. അതിന് വന്ന് കേറുന്നതിന് മുമ്പ് ചെന്ന് തോന്നണോ? ആദ്യം ഒപ്പിടട്ടെ. അറ്റൻഡൻസ് രജിസ്റ്റർ SIയുടെ മുറിയില. ഞാൻ ഒപ്പിടുന്നതിന് മുമ്പ് താനെതിനത് അവിടെ കൊണ്ടുവച്ചേ? കോയിനാരെ മിടുക്കനാവരുത് കേട്ടോ. കാര്യം എന്നെക്കാൾ സർവീസ് ഉണ്ടായിരിക്കും തനിക്ക്. പക്ഷെ താൻ വെറും ഒരു ഹെഡ് കോൺസ്റ്റബിൾ മാത്രാ. ഞാൻ ASI അതോർമ്മ വെച്ചോളൂ കേട്ടോ. നമ്മളെ നജീബിന്റെ കെട്ടുകൾ അമ്മയും പാപ്പിയും വന്നിട്ടുണ്ടേ. കാരണങ്ങൾക്ക് ഒരു പഞ്ഞുമില്ലല്ലോ. എന്നാ ഒപ്പിട്ടോ. തന്നോടാ സേതുമാധവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അന്വേഷിച്ചോ? അതിപ്പോ അന്വേഷിക്കാനൊന്നുമില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാ. എന്റെ കൂടെ ഈ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന അച്യുതൻ നായരുടെ മോന സേതുമാധവൻ. അച്യുതൻ നായർ 3 കൊല്ലം മുമ്പാ പെൻഷനായത്. സാർ അറിയില്ലോ, പോലീസുകാരെന്ന് പറഞ്ഞാൽ മൂപ്പരാ പോലീസുകാരന്. കീരിക്കാടൻ ജോസിനെ നേരിട്ട് നിന്നടിച്ചിട്ടുള്ള ഒരൊറ്റ പോലീസുകാരനേ ഉള്ളൂ. അത് അച്യുതൻ നായരാ. അച്ഛനെ തല്ലുന്നത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് ഇടപെട്ടതാണ് ആ ചെക്കൻ. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സേതുമാധവന്റെ ഫാമിലി ഡീറ്റെയിൽസ് അല്ല എനിക്ക് അറിയേണ്ടത്. അയാൾ റിലീസ്ഡായി പുറത്തു വന്ന കീരിക്കാടൻ ജോസിന്റെ കുടുംബക്കാരും ആൾക്കാരും വല്ല പ്രശ്നം ഉണ്ടാക്കുന്ന. അത്ര ചങ്കൂറ്റൊന്നും ഇപ്പൊ കീരിക്കാടന്മാർക്കില്ല സാറേ. ജോസ് പോയതോടെ പത്തിയതാണു. പിന്നെ എന്റെ ഒരു ഒറ്റൻ ആന്റണി, അവൻ തലശ്ശേരി ഭാഗത്ത് എങ്ങാണ്ടായിരുന്നു. ഇപ്പൊ കണ്ണൂർ സെൻട്രൽ ജയിലില്ല. ഏതായാലും ഒന്ന് അന്വേഷിക്കേ. ഇനി ഈ സ്റ്റേഷൻ നിർത്തിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എന്റെ നീ നിന്റെ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തണം. എന്റെ കണക്കിൽ കേട്ടണ്ട. ഇത് നമ്മൾ തമ്മിൽ ഇടപാടാ. ചേട്ടനും അനിയനൊക്കെ വീട്ടില്. അത് പള്ളി പറഞ്ഞാ മതി. എനിക്ക് എന്റെ കാശ് പലിശയടക്കം കിട്ടിയിരിക്കണം. അത് ഞാൻ മേടിക്കും. ഈരിക്കാരൻ ചാണ്ടിന്റെ മകൻ തോമസ് ആണെങ്കിൽ മേടിച്ചിരിക്കും. ഇങ്ങനെ 2 അനിയന്മാരുണ്ടായാൽ നശിക്കാൻ പിന്നൊന്നും വേണ്ട. എന്തു പറ്റി? എന്റെ അമീർ സാറേ, എനിക്ക് 2-3 അനിയന്മാരുണ്ട്. എത്ര കിട്ടിയാലും തികയില്ല. കശാപ്പിന്റെ പെരുമാറ്റം മുഴുവൻ തണ്ണിക്ക. അവനത് പോരാ. ഇളയത്തിനുണ്ട് ജോയ്. ഒരു ഉത്തരവാദിത്വം ഇല്ല. കാള കളിച്ച് നടക്കുക. എല്ലായിടത്തും കൈയിട്ട് വാരുകയും ചെയ്യും. പിന്നെ ഒരുത്തും ജയിലിലായതുകൊണ്ട് അത്രേ ആശ്വാസം. അതിന് ജോസ് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഉണ്ടാക്കിയിട്ട കാര്യമൊന്നും പറയണ്ട. കുടുംബത്തേക്ക് ഉണ്ടാക്കിയതിനേക്കാൾ പുറത്ത് വേറെ പലർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കുടുംബത്തേക്ക് ഉണ്ടാക്കിയതില്ലാണ്ടാവോ? ഒരു 5 കൊല്ലം കൂടി ജോസ് ജീവിച്ചിരുന്നെങ്കിൽ രാമപുരത്തിന്റെ ഒരു ഭാഗം കീരിക്കാടന്മാരുടെ കയ്യിലായനെ. ഉള്ളത് കൂടി ഇല്ലാണ്ടാക്കാനും ഈ 5 കൊല്ലം മതി. എന്ന് വെച്ചാ ഒരു കണക്കിന് ജോസ് മരിച്ചത് നന്നായി എന്നല്ല, അവൻ അത്രയേ ആയുസ് കൊടുത്തുള്ളൂ. ഞങ്ങൾക്ക് ഭാഗ്യവും ഇല്ല. പിന്നെ ഒരു കാര്യം അറിഞ്ഞോ? സേതുമാധവൻ ഉടനെ റിലീസിംഗ് ഉണ്ടാവും. എന്ന്? ഈ മാസം ഉണ്ടാവും. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിന്റെ പേരിൽ ഒരു വിഷമം ഉണ്ടാക്കാണ്ടിരിക്കാൻ നല്ലത്. SI ജോൺ മാത്യുവിന് അറിയാലോ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ എല്ലൊടിച്ചാലെന്നാ പറഞ്ഞേ. ഞാൻ നമ്മൾ തമ്മിലുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. എന്റെ അനിയനെ അവൻ കൊന്നു. ഞങ്ങൾ കുശിനും ചുണയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ക്ഷമിച്ചതാ. അതുകൊണ്ട് കീരിക്കാടന്മാര് വാലും ചുട്ടിരിക്കാന്ന് വിചാരിച്ച് മെക്കിട്ട് കയറിയ കഷ്ണമാക്കും. ചേട്ടൻ ഉമ്മറൂട്ടിയെ വിളിച്ചു വല്ലതും പറഞ്ഞു. വടക്കേപ്പുറത്ത് നിന്ന് തേക്ക് മുറിച്ചു കൊണ്ടതിന്റെ കാശ് തരാൻ പറഞ്ഞു. അത് മാത്രമേ പറഞ്ഞുള്ളൂ? പിന്നെ കാശ് മുഴുവൻ കിട്ടണമെന്നും പറഞ്ഞു. തേക്കേ ഈ വീടിന്റെ വടക്കുപുറത്ത് നിന്നതാ. ചേട്ടന്റെ ഭാര്യ വീട്ടിൽ നിന്ന് വെട്ടിക്കൊടുത്തോന്നല്ലോ. ചോറിയുന്ന വർത്തമാനം പറയാണ്ട് പോയി ചോറിനിടാം. ചോറിന് വർത്തമാനം ചേട്ടൻ പറഞ്ഞാൽ ഞാനും പറയും. ചേട്ടൻ എന്നെ അയാളെ മുന്നിൽ കൊച്ചാക്കിയില്ലേ? എനിക്ക് അവകാശം ഉണ്ടായിട്ടാ ഞാൻ കാശ് വെട്ടിയത്. അങ്ങനെ മുഴുവൻ അങ്ങ് ഒതുക്കാന്ന് വിചാരിക്കണ്ട. ഈ പറമ്പിൽ നിന്ന് വെട്ടിയ തടിയാണെങ്കിൽ അതിലൊരു വീതം എനിക്കും കിട്ടണം. എന്റെ സന്നിച്ച ഇവിടെ ആരുടെ ഒരു വീതവും കിട്ടണ്ട. അത് ചേട്ടത്തി പറഞ്ഞാ പോരാ. ചേട്ടൻ പറയട്ടെ. മതി പറഞ്ഞത്. നീ പോടിയ പുറത്ത്. സംസാരിക്കാനുള്ളത് സംസാരിക്കണം. എടാ, ഈ കുടുംബത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്ന് നിനക്കറിയോ? ഒരു ദിവസം എത്ര പാത്രത്തിൽ വെച്ച് വിളമ്പണം. ജോസ് ചത്ത് തലയ്ക്കുമ്പോൾ നിൽക്കുക. അവന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കണം. നീയും നിന്റെ ഭാര്യയുണ്ട്, അപ്പനുണ്ട്, ജോയിച്ചനുണ്ട്. 10 പൈസ നീ തന്നുണ്ടോ? എല്ലാം ഞാൻ തന്നെയല്ലേ നോക്കണേ. ചേട്ടൻ എന്ത് നോക്കണമെന്നാ ഈ പറയണേ? ഒക്കെ ജോസേട്ടൻ ഉണ്ടാക്കിയ സ്വത്താ. ആരും അത്ര ത്യാഗം കഷ്ടപ്പാടൊന്നും സഹിക്കണ്ട. ഒന്ന് നിർത്താവോ ഈ പിച്ച കണക്ക്? അവകാശമൊന്നും ആരും പറയണ്ട. ആർക്കും അങ്ങനെ അർഹതപ്പെട്ട മുതലൊന്നുമല്ല ഇത്. അർഹതപ്പെട്ട ഒരു അമ്മയും 2 മക്കൾ അകത്തിരിക്കുന്നുണ്ട്. അത് മറക്കണ്ട. അപ്പനെന്നെ വിളിച്ചോ? എന്താടി അവിടെ തോമാച്ചനും സണ്ണിച്ചനും കൂടി? എനിക്കറിയാമേ എന്റെ അപ്പ. കാശിന്റെ കാര്യ വല്യപ്പച്ച. എനിക്ക് തോന്നി. അന്നാമ്മേ, നീ സൂക്ഷിച്ചു നിന്നോളണം. 2 പെമ്മക്കളാ. അല്ലെങ്കിൽ
എന്റെ കാലം കഴിഞ്ഞ അവന്മാര് നിങ്ങളെ പറവറത്തും. ഞാനും എന്റെ മക്കളും എന്ത് ചെയ്യാനാണപ്പാ? ഞങ്ങൾ ഇന്നിവിടെ അധികപ്പറ്റ. എന്റെ മക്കളപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ. സ്വത്തും പണവും കണ്ടപ്പോ കണ്ണ് കാണാണ്ടായി. എന്റെ ജോസുമോൻ ജീവൻ കൊടുത്തുണ്ടാക്കിയതാ. എത്ര ചോരയൊഴുക്കിയതാ അവൻ. അന്ന് ഇവന്മാരൊക്കെ ചൊറിയും കുത്തി നടക്കുകയായിരുന്നു. എന്നിട്ട് അവനെ പട്ടിയെപ്പോലെ തല്ലി കൊന്നപ്പോ ആരടാന്ന് ചോദിക്കാൻ പോലും ഈ വിനോദകന്മാർക്ക് പറ്റിയില്ല. ഈ കട്ടിലിൽ നിന്ന് ഒന്നെണീക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊന്നവന്റെ കൊടലെടുത്ത് ഞാൻ മാലയിട്ടേനെ. എന്റെ ജോസുമോൻ അവനൊരാണായിരുന്നു. ചങ്കുറപ്പുള്ള ആൺകുട്ടി. എല്ലാം തകർത്തു. എന്റെ മക്കൾ അനാഥരായി. എന്റെ ജീവിതം, എന്റെ കുടുംബം എല്ലാം പോയി. വിടില്ല ഞാൻ, നിന്നെ ഞാൻ വിടില്ലടാ. സേതുട്ടാ, സ്വപ്നം കണ്ട് പേടിച്ചിട്ടുണ്ടാവും. അവനിതിടയ്ക്ക് ഉള്ളതാ. കിടക്കുന്നില്ലേ? നീ കിടന്നോ, എനിക്കൊന്നും ഉറക്കാൻ പറ്റില്ല. സേതുമാധവനെ ഉടനെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ സൂപ്രണ്ട് പറഞ്ഞു. എന്താ? അയാളുടെ റിലീസിംഗ് ഓർഡർ എത്തിയിട്ടുണ്ട്. സേതുമാധവൻ, തന്റെ റിലീസിംഗ് ഓർഡർ വന്നു. സേതുട്ടാ, നീ എന്നാണ് വന്നത്? വരണ വഴിയാണ്. ആദ്യം നിന്നെ കാണാന്ന് വെച്ചു. മറ്റാരെയും കാണാൻ ധൈര്യമില്ല. ഒന്നറിയിച്ചെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ വരില്ലേടാ. അറിയിക്കാൻ ഇതൊക്കെ എന്താ? കല്യാണത്തിനൊക്കെ ഉള്ള വിരുന്ന് നോക്കാണ്. നേരത്തെ നമ്മളെ അറിയിക്കൊന്നുമില്ല. ഇന്നാ ഓർഡർ വന്ന്. നിന്റെ മോനെ? ആ, മോനറിയോ ഈ മാമനെ? അച്ഛൻ പറയാറില്ലേ, അച്ഛന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ സേതു. അറിയാം. എന്താ മോന്റെ പേര്? നന്ദകുമാർ. ആ, മോൻ പോയി റേഷനും കൂട്ടാത്തിന് നല്ല മീൻ എന്തെങ്കിലും കിട്ടുമെങ്കിൽ മീനും മേടിച്ചിട്ട് വാ. അച്ഛൻ മാമനെയും കൂട്ടി വീട്ടിൽ പോവാ. എന്നാ മോനി ഓട്ടോയിൽ പോക്കോ, റോഡിലിറങ്ങാം. വാ. എത്രയായി? 14 രൂപ. ഞാൻ നിന്നെ കണ്ടിട്ട് പോണെന്ന് കരുതിയാ വന്ന. പിന്നെ ഇന്നിനെ നിന്നെ ഞാൻ വിടൂല. കണ്ടിട്ട് 3-4 വർഷമായില്ലടാ. ജയിലിൽ വന്നാ വരണ്ടാന്ന് പറയും. കത്തയച്ചാ മറുപടി എഴുതൂല. ഈ ലോകത്തിന്റെ സുഖവും ഭംഗിയൊക്കെ അറിയണമെങ്കിൽ കുറച്ചാൾ ജയിലിൽ കിടക്കണം. ഏതായാലും എനിക്ക് സന്തോഷായി. ആദ്യം എന്നെ കാണാൻ വന്നല്ലോ നീ. റിലീസിംഗ് ഓർഡർ എത്തിയെന്നറിഞ്ഞപ്പോ ആ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് ഇനി എങ്ങോട്ടെന്നുള്ള ആലോചന. എന്നെ കണ്ടാൽ മുഖം തിരിക്കാത്തവരാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും നീ ഉണ്ടാവുന്ന തോന്നി. ഞാൻ എന്നും ആലോചിക്കും നിന്നെ പറ്റി. നമ്മൾ ഈ വഴി സ്കൂളിൽ പോയതും കളിച്ചതും വളർന്നതും ഒക്കെ. ഓർമ്മയുണ്ടോ ഈ പാലം? ദേവിയെ കാത്ത് നമ്മളിവിടെ വന്നിരിക്കാറുള്ളത്. ദേവിയുടെ കാര്യം അറിഞ്ഞല്ലോ അല്ലേ? പറഞ്ഞു. കൃഷ്ണമാമയുടെ ഒരു കത്തുണ്ടായിരുന്നു. തെറ്റും മാപ്പും ഒക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടൊരു കത്ത്. വിധിയെ ആർക്കും തടുക്കാൻ പറ്റില്ല എന്നേ. ഒരു കണക്കിന് ചത്തുപോകുന്നവരാ ഭാഗ്യവന്മാര്. അതോടെ എല്ലാം കഴിയുമല്ലോ. ദേവിയെ കൊന്നതാന്നാ പറയണേ. അവളുടെ കെട്ടിയവനും വീട്ടുകാരും കൂടി. ആളുകൾക്ക് എന്താ പറയാൻ പാടില്ലാത്ത? അല്ലെങ്കിൽ മരിച്ചു 1 കൊല്ലം കഴിഞ്ഞതിന് മുമ്പ് അയാൾ വേറെ പെണ്ണ് കിട്ടുമോ? ഒരു പെൺകുട്ടിയുണ്ട്, അതിനെപ്പോലും അയാൾ തിരിഞ്ഞു നോക്കണില്ല.
കുട്ടി അയാളുടെ അല്ലെന്നാ പറയണേ. നിന്നെയായിരുന്നു അയാൾക്ക് സംശയം. കൃഷ്ണമാമ എല്ലാം എഴുതിയിരുന്നു. അതും എന്റെ തെറ്റാണ്. എല്ലാരെയും നിഷേധിച്ച് വരാൻ അവൾ തയ്യാറായതാണ്. സ്വീകരിച്ചില്ല. അന്നതാണ് നല്ലതെന്ന് തോന്നി ഒഴിഞ്ഞു മാറി. ഇല്ലായിരുന്നെങ്കിൽ ഇന്നവൾ ജീവിച്ചിരിക്കെങ്കിലും ചെയ്തേനെ. ഇന്ന് ജാമ്യത്തിലിറങ്ങി. നിശ്ചയം കഴിഞ്ഞു. കരയരുത്. ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊണ്ടുപോകണം. ഈ നിമിഷം ഞാൻ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അത് നടക്കില്ല. ഞാൻ തയ്യാറില്ല. എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. നീ എനിക്ക് നഷ്ടപ്പെടണം. മുത്തശ്ശി മരിച്ചപ്പോ ഞാൻ തറവാട്ടിൽ പോയിരുന്നു. അന്ന് അച്ഛനെയും അമ്മയും രമേശനെയും ലതയൊക്കെ കണ്ടിരുന്നു. നിന്നെ പോയി കാണാറുണ്ടോന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു. മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. തുടക്കത്തിൽ 4-5 പ്രാവശ്യം അച്ഛൻ ജയിലിൽ വന്നിരുന്നു. വന്നാ മിണ്ടാതെ അങ്ങനെ ഇരിക്കും. ചോദിച്ചാൽ എന്തെങ്കിലും പറയും. പെൻഷൻ ആയതിനു ശേഷം വന്നിട്ടില്ല. ഇടയ്ക്ക് ലത 2 വരി കുറിച്ചിടും. ലത ഇപ്പൊ നാടകത്തിൽ അഭിനയിക്കാൻ പോവാന്ന് കേട്ടു. അടുക്കളയും പാത്രങ്ങളും കിണറ്റ് വെള്ളമായിട്ടൊക്കെ നടന്ന പെണ്ണ. അതിനുശേഷം അച്ഛൻ എന്നെ വന്ന് കാണാണ്ടായത്. ഞാൻ ചോദിക്കുന്ന പേടിച്ചിട്ടാവും. പെൻഷൻ പറ്റിയപ്പോ കിട്ടിയതുകൊണ്ട് രാമപുരത്ത് വീട് വെക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് പൂർത്തിയാക്കാൻ പറ്റിയോ? അതുമില്ല. തറവാട്ടിലിപ്പോ കൃഷ്ണമാനും അമ്മായി മാത്രമേ ഉള്ളൂ. അവിടെ വന്ന് താമസിക്കാം. കിട്ടിയ കാശ് കൊണ്ട് ലതയുടെ കല്യാണം നടത്തായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു പെട്ടിക്കടയോ മറ്റോ തുടങ്ങായിരുന്നു. അച്ഛനെ നിനക്കറിയില്ലേ, ആരുടെ മുമ്പിലും തലകുനിക്കില്ല. കൃഷ്ണമാമൻ എപ്പോഴും പറയും, നിന്റെ അച്ഛൻ അഭിമാനിയല്ല, ദുരഭിമാനിയാണ്. അങ്ങനെയുള്ള ഒരാള് അമ്മയുടെ തറവാട്ടി വന്നിക്കോ? മോളെ നാടകത്തിന് വിടുന്നത് അഭിമാനാണോ? എനിക്കറിയില്ല അച്ഛനിതെങ്ങനെ സഹിക്കണമെന്ന്. ഇതൊന്നും കാണണ്ടെന്നും കേൾക്കണ്ടെന്നും വെച്ച പരോള് പോലും ഞാൻ വേണ്ടെന്ന് വെച്ചത്. 8 കൊല്ലം തടവ് ശരിക്കും അനുഭവിച്ചു. ഞാൻ എന്നെ ശിക്ഷിക്കുകയായിരുന്നു. നീ വിഷമിക്കൊന്നും വേണ്ട, ഒക്കെ ശരിയാവും. ഇല്ല, പോയതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനൊരുത്തൻ മൂലം എത്ര ജീവിതങ്ങളാണ് പാളിപ്പോയത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്റെ കുറ്റം കൊണ്ടല്ലോ. പിന്നെ ആരുടെയാണ് കുറ്റം? ജോസിനെ കൊന്നത് കുറ്റമല്ലേ? ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ചോരയുടെ പച്ചമണം ഇപ്പോഴും മൂക്കിന്ന് പോയിട്ടില്ല. പിന്നെ അയാളുടെ കരച്ചിലും. അയാൾക്കും ഇല്ലേ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും? ചില രാത്രിയിലെ സ്വപ്നത്തിൽ കാണായല്ലേ എന്റെ മുഖത്ത് കൈ ചൂണ്ടി പറയും, എന്റെ കുടുംബം തകർത്തു, എന്റെ കുട്ടികളെ അനാഥരാക്കി. ശരിയല്ലേ? എന്തൊക്കെ തകർത്തടാ ഞാൻ? ആരെയൊക്കെ തകർത്തു? എത്ര കുടുംബം? സേതു, എന്താ ഇത്? 5-8 കൊല്ലമായി ഉള്ളി കിടന്ന് തിങ്ങായിരുന്നു. പറഞ്ഞു വന്ന പടക്കാൻ പറ്റിയില്ല. പോട്ടെ, സമയം എത്രയായി? നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം. ജയിലിൽ ഞങ്ങളുടെ അത്താഴം 5 മണിക്ക് തുടങ്ങും. അംബികേ, എന്ത് പണി അമ്മയെ കാട്ടണേ? ഒട്ടും നടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? എത്ര നേരമായി കിടപ്പ് കിടക്കുക. ഇത്തിരി നേരം ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ എന്തിനാണ് ഈശ്വര എന്നെ ഇട്ടേക്കണത്? 2 അടി നടന്ന പിന്നെ ശ്വാസം കിട്ടില്ല. നീ പൊയ്ക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം.
രമയ്ക്കുന്ന റിഹേഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അമ്മേ, സേതു. എന്റെ മോൻ. അമ്മേ, പതുക്കെ. എന്റെ മോനെ ഞാനൊന്ന് കാണണേ. വേണ്ട, ഇവിടെ വന്നാ മതി. എന്റെ മോനെ സേതു. അകത്തേക്കിരിക്കാം. അമ്മയ്ക്ക് തീരെ സുഖമില്ലടാ. എന്തെങ്കിലും ഒന്ന് പറയടാ അമ്മയോട്. അച്ഛനെന്തേ അമ്മേ? ഇനി നെഞ്ചുവേദന വരുത്തും. എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത്? കിടന്നു. ലത എന്ത് ചേട്ടത്തി? ലതയ്ക്കുന്ന റിഹേഴ്സലുണ്ട്. അച്ഛനും അവളും പോയിരിക്കുക. ഇന്ന് വരില്ലേ? നാടകം രാമപുരത്ത് തന്നെയാ, വായനശാലക്കാരുടെ. അതുകൊണ്ട് രാത്രി റിഹേഴ്സൽ കഴിയുമ്പോ വരും. ജീവിതത്തിൽ എന്തെല്ലാം മോഹിച്ചവളാണ് ഞാൻ. എല്ലാം തകർത്തെറിഞ്ഞത് നിങ്ങളാണ്. നിങ്ങൾക്ക് എന്റെ ശരീരത്തിൽ തൊടാൻ പോലും അവകാശമില്ല. എന്നെ അനുസരിച്ചില്ലെങ്കിൽ കൊല്ലും നിന്നെ. അയ്യോ, അങ്ങനെയല്ല രവി. ഒരു പെണ്ണിനെ ഇങ്ങനെയാണോ? പിടിച്ചൊതുക്കണം. എന്തിനാ നാണിക്കുന്നേ? കടന്നു പിടിക്കണോ? లేదా ശരിക്കും കുതറണം. പിടിച്ചൊതുക്കി സാരി വലിച്ചു മാറ്റണം. അതെ, പോരാ. സബ് ഇൻസ്പെക്ടർ സേതു, അച്ഛൻ്റെ തെമ്മാരി. ഞാൻ ഉച്ചയ്ക്കെത്തി. ഇന്നലെ ആയിരുന്നു വിട്ടത്. ഹമീദ് പറഞ്ഞിരുന്നു ചിലപ്പോൾ റിലീസിംഗ് ഉണ്ടാവുന്നു. വീട്ടിലിരുന്നാ മതിയായിരുന്നില്ലേ? അച്ഛനെ കാണാൻ മനസ്സ് കൊതിക്കായിരുന്നു. കണ്ടില്ലേ? കണ്ടു കൊതി തീർക്ക്. അകത്തേക്ക് നല്ലതേ ഉണ്ടാവും. അതും കാണേണ്ട കാഴ്ച തന്നെയാ. ലതേ, ഏട്ടാ, എന്താ മോളെ ഇത്? കരയല്ലേ? അച്ഛനെ കണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടു. അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? കക്കാൻ പോണോ? ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാണ്ട് ഒരെണ്ണം അകത്ത് കിടക്കണുണ്ട്. കെട്ടിയവൻ ഉപേക്ഷിച്ച് വേറൊരെണ്ണം. ദേ, 3-4 വയറ് കഴിയണം, ചികിത്സ, രമേശന്റെ പഠിപ്പ്. കാശ് എത്ര വേണമെന്ന് വിചാരിച്ചത്? എന്റെ പെൻഷൻ കൊണ്ട് എന്താവാനാ? അവളെ കൊണ്ടാവുന്ന അവള് ചെയ്യുന്നു. മാനാഭിമാനം നോക്കി അവിടെ ഇരിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ആയത് എന്റെ കുറ്റം കൊണ്ടല്ല. മതി പറഞ്ഞത്. നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ? 2 അടി നടന്നു എന്ന് വെച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്റെ മോന്റെ അടുത്തൊന്ന് നിക്കട്ടെ. അമ്മ കിടക്ക, ഞാൻ അമ്മയുടെ മുറി വന്നിരിക്കാം. വേണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇത്തിരി കാറ്റും വെളിച്ചം കൊള്ളട്ടെ. ഇങ്ങനെയൊക്കെ ആകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇവിടെ കൊണ്ട് എത്തിച്ച അവനവൻ തന്നെയാ. എന്നിട്ടിപ്പൊ മാനക്കേട്. നീ ഉണ്ടാക്കിയ മാനക്കേട് അത്രയും വലുതല്ല ഒന്നും.
അവൻ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അറിഞ്ഞോണ്ടാണെങ്കിലും അല്ലെങ്കിലും ഒന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു കണക്കിന് ഈ കുടുംബം നീങ്ങുന്നുണ്ട്. ഇനി രമേശനാണ് ഒരാശ. അവനെ എങ്ങനെയെങ്കിലും ഒരു കരകയറ്റിയെടുക്കണം. അതിനുവേണ്ടി മരിക്കാൻ വരെ ഞാൻ ഒരുക്കുക. അതിനിടെ ഇനിയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഞാൻ വന്നത് ഒരു ബുദ്ധിമുട്ടായ അച്ഛാ. ആവരുത് എന്നാ പറയണത്. ഒരു കുടുംബം തകർന്ന് തരിപ്പണമായതാ. അവിടുന്ന് വാരിക്കൊട്ടി കൊണ്ടുവരാ ഞാൻ. നീ ഇതും കൂടി തകർത്താ എല്ലാത്തിനും വല്ല വിഷവും വാങ്ങി കൊടുത്താൽ മതി. അച്ഛന്റെ അപേക്ഷ ആ ഗതി വരുത്തരുത്. മോനെ, അച്ഛനുള്ളിലെ വിഷമം പറഞ്ഞു തീർത്തതാ. നീ അത് കാര്യാക്കണ്ട. ഞാനിവിടെ ഒരു അധികപ്പെട്ടാണോ അമ്മേ? അമ്മേ, സേതു എന്തിയടി? ഇവിടെ ഉണ്ട്. അവന് വലിയ വിഷമായി. അച്ഛൻ പറയണത് കേട്ട് വിഷമിക്കാൻ നിന്നാ അതിനെ സമയമുണ്ടാവും.